നമ്മുടെ ഓണം സീരീസിലെ അടുത്ത വിഭവം കണ്ടാലോ? പൈനാപ്പിൾ പച്ചടി. നന്നായി പഴുത്ത പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് 1-2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. മധുരപ്പച്ചടി ആയതുകൊണ്ട് നമുക്കതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരത്തിലേക്ക് ഒരു നുള്ളി ജീരകം, കുറച്ചധികം കടുക്. കടുകിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചടി ആയതുകൊണ്ട് നമ്മളതിൽ കുറച്ചധികം കടുക് അരച്ച് ചേർക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി നമുക്കത് അരച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം അരപ്പും പൈനാപ്പിളും കൂടി നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അരപ്പ് അരച്ചെടുത്ത ആ ജാറിൽ തന്നെ പുളിക്ക് ആവശ്യത്തിന് നല്ല കട്ട തൈര് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. പൈനാപ്പിളും അരപ്പും നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾക്ക് അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ചെറിയ ബബിൾസ് വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി കുറുകി ചെറിയ ബബിൾസ് വന്നു തുടങ്ങിയാൽ നമുക്ക് കറി ഓഫ് ചെയ്ത് അതിലേക്ക് താളിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്താണ് നമ്മൾ പച്ചടിയിലേക്ക് താളിച്ചു കൊടുത്തത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട സദ്യയിൽ കുട്ടികൾ ഏറ്റവും അധികം ചോദിച്ച് വാങ്ങി കഴിക്കുന്ന പൈനാപ്പിൾ മധുരപ്പച്ചടി റെഡിയാണ് കേട്ടോ. പൈനാപ്പിൾ പച്ചടിക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ സദ്യക്കൊക്കെ കാണും പോലെ നല്ല പഴുത്ത കറുത്ത മുന്തിരി കറി തയ്യാറായി കഴിയുമ്പോൾ നമുക്കതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് എൻ്റെ ഈ മധുരപ്പച്ചടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പുതിയൊരു വിഭവം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.